അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ കിഴക്കേമുക്കിലെ ലൈഫ് ഭവന പദ്ധതിയിലെ ഫ്ളാറ്റുകൾ അതൊരു മലയുടെ മുകളിൽ മല ഇടിച്ചു നിരത്തി പല കോലത്തിൽ നിർമ്മിച്ച പോലെയാണ്. ഇപ്പോൾ അവർ ദുരന്തഭീതിയിലാണ്. ഒരുപക്ഷെ വലിയൊരു മഴ ഒരു 3-4 മണിക്കൂർ പെയ്താൽ എല്ലാം കൂടി ഇടിഞ്ഞ് താഴെ വീഴുമെന്ന് താമസിക്കുന്നവർ പറയുന്നു. പലരും അവിടെ വിട്ടൊഴിഞ്ഞു പോയെങ്കിലും വേറെ നിവൃത്തിയില്ലാതെ താമസിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു, MLA അഭിപ്രായം പറഞ്ഞിരുന്നു. ഇത് ഈ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ ഭാരവാഹി ഉൾപ്പെടെയുള്ളവരുണ്ട്. ജില്ലാ സെക്രട്ടറി ആണല്ലേ, ജില്ലാ സെക്രട്ടറി ഖാദർ അങ്ങാടിപ്പുറം, പിന്നെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി അല്ലേ, പേര് ഷിഹാബ്. അപ്പൊ ഇവര് ആ കാലഘട്ടത്തിൽ ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിജിലൻസിൽ പരാതിയൊക്കെ നൽകിയിരുന്നു. ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ പോയി കണ്ടിട്ടുണ്ടോ? ഒരു വലിയ മഴയിൽ ഇടിഞ്ഞ് താഴെ വീഴും. ഇനിയിപ്പോ എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അന്ന് പരാതി കൊടുത്തിട്ട് എന്തായി ആ പരാതി? ആ പരാതിന്മേലുള്ള ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. അത് സാധാരണഗതിയിൽ അത് പഞ്ചായത്തിൽ ഇന്റേണൽ ആയിട്ടുള്ള ഒരു വിജിലൻസ് അന്വേഷണമാണ് നടന്നിട്ടുള്ളത്. അത് വെൽഫെയർ പാർട്ടിയുടെ പരാതിക്കാരെ വിളിച്ചിട്ട് മൊഴി എടുത്തിരുന്നു. പക്ഷെ ഇതുവരെയും ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ വിജിലൻസ് റിപ്പോർട്ട് പുറത്തുവിടണം. വലിയ ദുരന്തമാണ് അവിടെ സംഭവിക്കാൻ പോകുക. കാരണം അതിൽ ഉടനെ ഗവൺമെൻറ് ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം അവിടെ സംഭവിക്കും. കഴിഞ്ഞ 2015-2020 കാലഘട്ടത്തിൽ CPM-ന്റെ പഞ്ചായത്ത് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് അവിടെ ആ ഒരു സ്ഥലം അനുവദിച്ചത്. അതിൽ ഒരുപാട് ആളുകളെ കുറിച്ച് ചില ആരോപണങ്ങളുണ്ട്. അന്നത്തെ VO അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അതിൽ ചില ആളുകളുടെ താല്പര്യം, വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തെ മുൻനിർത്തി അവരുടെ ചില കമ്മീഷൻ പറ്റലാണ് നടന്നിട്ടുള്ളത്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആ സ്ഥലം നമുക്ക് പോയി കാണുമ്പോൾ. അത്രത്തോളം ഭീതിയിലാണ് ആളുകൾ കഴിഞ്ഞത്. ഇനിയും തുടർന്നും വെൽഫെയർ പാർട്ടി ഈ ഒരു അവസ്ഥ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ, അതിൽ മാറ്റം വന്നിട്ടില്ല ഉണ്ടില്ലെങ്കിൽ ശക്തമായിട്ട് സമരവുമായിട്ട് ഞങ്ങൾ പോകും. കാരണം ഇതൊരു വിജിലൻസ് അന്വേഷണത്തിൽ മാത്രം ഒതുങ്ങി നിർത്തേണ്ട ഒരു കാര്യമല്ല. അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് ആളുകൾക്ക് വലിയ പ്രയാസം ആ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് വെൽഫെയർ പാർട്ടിക്ക് അറിയാം. വെൽഫെയർ പാർട്ടി നിരന്തരമായിട്ട് ആ വിഷയത്തിൽ ഇടപെടുകയും അവിടെയുള്ള ആളുകളോട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം പറയാറുണ്ട്, ഇന്റേണൽ വിജിലൻസ് അന്വേഷണം പഞ്ചായത്തിൻ്റെത് എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങളും കൂടി സഹകരിക്കുന്ന പാർട്ടിയാണല്ലോ, UDF ആണല്ലോ ഇപ്പോൾ അധികാരത്തിലുള്ളത്. അപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട വകുപ്പിന്റെ മന്ത്രിയെ ആരെങ്കിലും സന്ദർശിച്ച് ഇക്കാര്യത്തിൽ, കാരണം ഇത് ഈ ചൂണ്ടിക്കാണിച്ചാൽ തന്നെ ഇടിഞ്ഞു താഴെ എല്ലാവരും വന്ന് വീണിട്ട് പിന്നെ അയ്യോ ഒരു ദുരന്തം വന്ന് എല്ലാവരും പോയി സഹായിക്കണമെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു മുൻകൂർ ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് തന്നെ സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആരെങ്കിലും കണ്ട് ഇതിലൊരു അന്വേഷണം വേണം, അല്ലെങ്കിൽ ഇവർക്ക് മാറി താമസിക്കാൻ ഒരു ഇടമുണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ പറ്റില്ലേ? ഞങ്ങൾ ആവശ്യപ്പെടും. അതായത് ഇത് പഞ്ചായത്തിന്റെ പരിധിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സംസ്ഥാന ഗവൺമെന്റിനെ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഫണ്ട് വെച്ചുകൊണ്ട് അവരുടെ പുനരധിവസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കണം എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ആ വിഷയം ബോധിപ്പിക്കും. ഏതായാലും ഇപ്പോഴത്തെ ഭരണത്തിന്റെ സാഹചര്യം വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, അതിൽ വെൽഫെയർ പാർട്ടി ഇടപെട്ടുകൊണ്ട് അവർക്ക് ആവശ്യമായ അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നത് വരെ ആ വിഷയമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത് അവസാനം ഇതൊക്കെയല്ലേ ഇടിഞ്ഞ് താഴേക്ക് വന്ന്, അങ്ങനെ പലരും പറഞ്ഞു ഇടിഞ്ഞ് താഴെ വന്ന് ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് അന്ന് നിങ്ങൾ വിജിലൻസ് അന്വേഷണത്തിനൊക്കെ നിങ്ങൾ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് നിങ്ങളോട് തന്നെ ചോദിക്കുക. എല്ലാം കൂടി ഇടിഞ്ഞ് താഴെ വരുന്നതിന് മുമ്പ് അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാവും. എന്നാലും അത് എത്രയും പെട്ടെന്ന് തന്നെ ഇടപെടണം ആ വിഷയത്തിൽ. കാരണം അത് ഇപ്പൊ നമുക്കറിയാം, മഴ കനത്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ പലപ്പോഴും ഇപ്പോൾ നമ്മളെ പഞ്ചായത്ത് ഭാരവാഹികളെ ഫോണിലൂടെ വിളിക്കും, ഞങ്ങൾ പ്രശ്നമാണ്, ഭീതിയിലാണ്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവർ നിരന്തരം അവരെ ബന്ധപ്പെടുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞതുപോലെ അവിടെ ദുരന്തം സംഭവിക്കുന്ന മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ വിഷയത്തിൽ വെൽഫെയർ പാർട്ടി എന്തായാലും ആ വിഷയത്തിൽ ഇടപെടും. ഏതായാലും ആര് ഇടപെട്ടായാലും ആ പാവപ്പെട്ടവരെന്ന് തന്നെ പറയാലോ. വിക്ടർ ഹ്യൂഗോയുടെ ഒരു നോവലുണ്ട്, പാവങ്ങളെ കുറിച്ച് എഴുതിയതാ. എന്ന് പറഞ്ഞ പോലെ പാവങ്ങൾ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പാവങ്ങൾ എന്ന് വിളിക്കേണ്ടവരാണ് അവര്. കാരണം അവർക്ക് സ്വന്തം ഭൂമിയും സ്ഥലവും വീടും ഒക്കെ ഉണ്ടെങ്കിൽ ഏതായാലും അവിടെ വന്ന് താമസിക്കുമല്ലോ. അവരോട് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് മാറിയിട്ട് എങ്ങോട്ട് പോകാനാണ്, വാടക കൊടുക്കാൻ പണമില്ല, അതുകൂടാതെ 1 ഇഞ്ച് ഭൂമിയില്ല. അപ്പോൾ വെൽഫെയർ പാർട്ടി ആ കാലഘട്ടത്തിൽ വിജിലൻസ് അന്വേഷണമൊക്കെ ആവശ്യപ്പെട്ടു, ആ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഇനിയിപ്പോൾ ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ ശക്തമായ ഒരു ഇടപെടൽ തുടർന്നുണ്ടാകുമെന്നാണ് വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഖാദർ അങ്ങാടിപ്പുറവും അതുപോലെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭാരവാഹി ഷിഹാബും പറയുന്നത്. എല്ലാവരോടും പറയാനുള്ളത് അവിടെ ഒന്ന് പോയി നോക്കുക, എന്നിട്ട് ഉടൻ തന്നെ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്താവുമെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക. ബന്ധപ്പെട്ട അധികാരികളോടാണ്, അതുകൂടാണ്ട് ബന്ധപ്പെട്ട ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളോടുമാണ്
ഒന്ന് പോയി നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെൽഫെയർ പാർട്ടിയുടെ ഇതായിട്ട് അവർ അതിനുള്ള ശ്രമം തുടങ്ങുകയാണെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ അറിയിക്കലല്ല, ശ്രമം തുടരുക എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇക്കാര്യത്തിൽ. ജബാർ വേണാട്, വൺ ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.